ക്രിസ്തുവായിട്ട് അഭിനയിക്കാനാണ് നിന്നോട് പറഞ്ഞത്, ജീവിക്കാനല്ല പറഞ്ഞത്. അഭിനയിക്കാനാണ് പറഞ്ഞത്, ജീവിക്കാനല്ല പറഞ്ഞത്. ക്രിസ്തുവായിട്ട് അഭിനയിക്കാനാണ് നിന്നോട് പറഞ്ഞത്, ജീവിക്കാനല്ല പറഞ്ഞത്. അഭിനയിക്കാനാണ് പറഞ്ഞത്, ജീവിക്കാനല്ല പറഞ്ഞത്. മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി വാട്ട് ഹി ഡിഡ്, ഹു ഈസ് ക്രൈസ്റ്റ്, വാട്ട് ഹി ഡിഡ്. മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി വാട്ട് ഹി ഡിഡ്, ഹു ഈസ് ക്രൈസ്റ്റ്, വാട്ട് ഹി ഡിഡ്. നമ്മുടെ കൗദാശിക ജീവിതം 4 തലങ്ങളിലാണ് നിർവഹിക്കപ്പെടുന്നത്. എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥന ആരംഭിക്കുന്നത്? പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് പറയുന്ന ഒരു ട്രിനിറ്റേറിയൻ ഡോക്സോളജി, തൃത്വത്തിന്റെ വിശ്വാസ പ്രഖ്യാപനമാണ് നമ്മൾ ആദ്യം നടത്തുന്നത്. ശുഭഹോ ലാബോ ലബ്രോവൽ റൂഹോ കാദീശോ എന്ന് പറഞ്ഞിട്ട് തുടങ്ങണേ. എന്താ ഇത് പറയുമ്പോൾ നമ്മൾ കുരിശു വരയ്ക്കുമല്ലോ. എന്താണ് തൃത്വം? നമ്മളിപ്പോൾ വിശ്വസിക്കുന്ന ദൈവസങ്കല്പമാണ്. ആ തൃത്വവിശ്വാസം നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത് എങ്ങനെയാണ്? ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിലൂടെയാണ് ഈ തൃത്വവിശ്വാസത്തിന്റെ ഇപ്പോഴുള്ള രൂപം നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ളത്. പിതാവാൻ ദൈവം എന്ന് വിളിക്കാവുന്ന അബ്ബാ പിതാവേ, കാര്യസ്ഥൻ എന്ന് വിളിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിലും നീതിയിലും വഴി നടത്താൻ വരും എന്ന് പറഞ്ഞ പുത്രൻ തമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാര കാലത്തിലെ വെളിപ്പെടുത്തലുകളുടെ അനുഭവങ്ങളെ മുൻനിർത്തി 4-ാം നൂറ്റാണ്ടിൽ കപ്പദോക്കിയയിലെ പിതാക്കന്മാർ ട്രിനിറ്റേറിയൻ ഗ്രാമർ രൂപീകരിക്കുമ്പോൾ നസിയാൻസിലെ ഗ്രിഗോറിയോസ് പ്രത്യേകം പറയുന്നുണ്ട്, ദൈവം തൃത്വമാണെന്നൊന്നും നിങ്ങൾ ഉറപ്പിച്ച് പറയണ്ട. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിലൂടെ മനുഷ്യർക്കുണ്ടായ ദൈവാനുഭവങ്ങൾക്ക് അവനിട്ട പേരുകൾ മാത്രമാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ദൈവം ശരിക്കും അതിന് മേലെയാണ്. പക്ഷെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ദൈവം അതിനും അപ്പുറത്താണെന്ന് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഈ കുരിശു വരയ്ക്കുന്നത് ക്രിസ്തുവിന്റെ ത്യാഗബദ്ധമായ ബലിയാകലിലൂടെ നമുക്കുണ്ടായ വീണ്ടെടുപ്പിനെയും സ്മരിക്കുകയും അതിന് നന്ദി കരയറ്റുകയും സ്തുതി കരയറ്റുകയും ചെയ്യുന്നതിൻ്റെ ശുഭഹോ, ആ സ്തുതി കരയറ്റുകയും ചെയ്യുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് കുരിശു വരയ്ക്കുന്നത്. ഇതാണ് പ്രാർത്ഥനയുടെ, ആരാധനയുടെ ആദ്യത്തെ പടി, ദ 1 ലൈൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത്. രണ്ടാമത് എലാബറേഷൻ ഓഫ് ഫെയ്ത്ത്. ഇപ്പൊ ഈ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിന്റെ, ഈ പ്രസ്താവനയുടെ ഒരു വിശദീകരണം അതെവിടെയാണ്? വിശ്വാസ പ്രമാണം, നിഖ്യാ വിശ്വാസ പ്രമാണം. അതിന്റെ 1-ാമത്തെ ഖണ്ഡികയിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? പിതാവാം ദൈവത്തിന്റെ ആളത്വത്തെക്കുറിച്ച് അറിവുള്ള കാര്യങ്ങൾ വളരെ പരിമിതമായ ഭാഷയിൽ പിതാക്കന്മാര് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. കൂടുതലായിട്ടൊന്നും അറിയില്ല, ക്രിസ്തു പറഞ്ഞുള്ള അറിവൊക്കെ ഉള്ളൂ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോധം ഇങ്ങനെ വല്ലാതെ വികസിക്കണം. എങ്ങനെയാണെന്നറിയോ? നമ്മളിപ്പോൾ ദൈവം എന്നൊക്കെ പറയുമ്പോൾ ചിലരിപ്പോൾ ഓർത്തഡോക്സുകാർക്ക് മാത്രമേ ദൈവമുള്ളൂ, ചിലർക്ക് കത്തോലിക്കർക്ക് ദൈവമുള്ളൂ, ചിലപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ദൈവമുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. അല്ലാതെ മനുഷ്യരിങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ പോലെ ഇങ്ങനെ ചെറുതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് കാണപ്പെടുന്ന ഈ ഇപ്പോൾ ഉള്ള 10,000-ന് മേലുള്ള ഗാലക്സികളുടെയും ഇനിയും കാണാനുള്ള ഗാലക്സികളുടെയും കൂടെ അധിപനാണെന്ന വിശ്വാസ പ്രമാണത്തിന്റെ ആദ്യത്തെ ഖണ്ഡികയിലുണ്ട്. നമ്മുടെ ബോധം ഇങ്ങനെ അങ്ങ് വിശാലമാകണം. ആദ്യം വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ തന്നെ ചുരുങ്ങരുത്. 1-ാമത്തെ ഖണ്ഡിക അവിടെ വിട്ടേരെ. 2-ാമത്തെ ഖണ്ഡികയിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? അത് ഇച്ചിരി വലിയ ഖണ്ഡികയല്ലേ? കാരണം ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങളൂടെ അറിയാം. എന്താ അവിടെ പറയുക? ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും. അതെന്താണെന്നറിയോ അവിടെ പറയാൻ കാരണം? അറിയൂസ് എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞു, ഇവൻ സൃഷ്ടിയാണ്, പുത്രൻ സൃഷ്ടിയാണ്. അപ്പൊ അത്താനാസിസ് എന്ന് പറയുന്ന പിതാവ് പറഞ്ഞു, സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമമായിരിക്കുന്നവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമാണ്. ഇങ്ങനെ ഹൂ ഈസ് ജീസസ് അത് ഡിഫൈൻ ചെയ്യുകയാണ്. ആരാണ് ക്രിസ്തു എന്നുള്ളത് വളരെ കൃത്യമായി ഡിഫൈൻ ചെയ്തു. എന്നിട്ട് എന്താ ബാക്കി പറയുക? സകലവും താൻ മുഖാന്തരം നിർമ്മിച്ചവനും, കൊലോസി ലേഖനത്തിലെ വരിയാണ്, താൻ മുഖാന്തരം നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി വാട്ട് ഹി ഡിഡ്, ഹു ഈസ് ക്രൈസ്റ്റ്, വാട്ട് ഹി ഡിഡ്. പിന്നെ ഹൗ ഇറ്റ് ഹാപ്പൻഡ്, അതാണ്
വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരിയായി തീർന്നു. സമനസാലയാണ്, വേറെ ആരുടെയും പ്രേരണ കൊണ്ടല്ല. കഷ്ടത അനുഭവിച്ച് മരിച്ചാണ് ഈ രക്ഷ സാധ്യമാക്കിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരാളുടെ പേര് പറയുന്നുണ്ട്, പൊന്തിയോസ് പീലാത്തോസിന്റെ നാളുകൾ. അയാളുടെ പേര് പറയേണ്ട വല്ല കാര്യമുണ്ടോ? യേശുവിന് എന്തെങ്കിലും ഉപകാരമുള്ള ആളാണോ? പിന്നെ ഓരോ ദിവസവും ഇയാളുടെ പേര് ഓർക്കേണ്ട ഒരു കാര്യമില്ല. ആരാധനയ്ക്ക് നീളം കൂടുന്നത് പരാതി ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇല്ല കട്ട് ചെയ്യാൻ പറ്റിയ ആളാണ്. പക്ഷെ എന്തിനാ അവിടെ പറയുന്നത്? when it happened. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം ഒരു കെട്ടുകഥയല്ല, ഐതിഹ്യമല്ല, ഒരു മിത്തല്ല. ദ ഹിസ്റ്റോറിസിറ്റി ഓഫ് ജീസസ് ഇവന്റ്, അത് കൃത്യമായി അടയാളപ്പെടുത്താനാണ് പൊന്തിയോസ് പീലാത്തോസിന്റെ നാളുകളിൽ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഖണ്ഡികയിൽ വന്നാൽ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവുമാരെ കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച്. പരിശുദ്ധാത്മാവിന്റെ ആളത്ത വ്യാപാരത്തിന്റെ പ്രത്യക്ഷ അടയാളമായ സഭയുടെ കാതോലികതയെക്കുറിച്ചും ശ്ലൈഹികതയെക്കുറിച്ചും ഏകത്വത്തെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചും അവിടെ പരാമർശിക്കും. അവസാനത്തെ ഖണ്ഡികയിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? ആരെക്കുറിച്ചാ? നമ്മളെക്കുറിച്ചാണ്. പാപമോചനത്തിനുള്ള മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു എന്ന് ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനുള്ള ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി ഈ പ്ലാസ്റ്റിക് കസേരയിൽ ഇരിക്കുന്നു. ഇപ്പൊ മനസ്സിലായി ഇവിടെ ഇരിക്കുന്നത് എന്തിനാണെന്ന്? എന്തിനാ ഇരിക്കുന്നേ? വരുവാനുള്ള ലോകത്തിലെ പുതിയ ജീവന് വേണ്ടിയിട്ടാട്ടോ. അതിനെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിനുവേണ്ടി ഇവിടെ ഇരിക്കുന്നത് വരുവാനുള്ള ലോകത്തിലെ പുതിയ ജീവന് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതീക്ഷ നമുക്കുള്ളത്? പാപമോചനത്തിനുള്ള മാമോദീസായിലാണ് നമ്മുടെ രക്ഷാകരമായ ജീവിതം ആരംഭിച്ചത്. അത് അവസാനിക്കുന്നത് 70 ഏറെയായാൽ 80 എന്ന് പറയുന്ന ശരീരത്തിന്റെ മരണത്തിലല്ല, പിന്നെയോ മരിച്ചുപോയവരുടെ ഉയർപ്പിങ്കൽ അഥവാ ന്യായവിധി വരെയുണ്ട്. മാമോദീസ മുതൽ ന്യായവിധി വരെയുണ്ട്. എന്റെ രക്ഷാകരമായ ജീവിതം എന്നുള്ള കൃത്യമായ ബോധമുണ്ടാകുമ്പോഴാണ് അപ്പോസ്തോലിക പ്രബോധനങ്ങളുടെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നത്. ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൽ അഭിമാനിക്കുന്നുവെന്ന് പൗലോസ് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നത്. എന്തുകൊണ്ട് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നത്. എന്തുകൊണ്ട് വിശുദ്ധന്മാരുടെ മധ്യസ്ഥത യാചിക്കണമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നത്. ഇത് ആദ്യ നൂറ്റാണ്ടുകളിൽ സഭാപിതാക്കന്മാർ, ക്രിസ്തുവിനെ അറിഞ്ഞവർ, ക്രിസ്തുവിനെ കുറിച്ച് ധാരണയുണ്ടായിരുന്നവർ രൂപപ്പെടുത്തിയിട്ടുള്ള വിശ്വാസ പ്രമാണത്തിന്റെ സംക്ഷിപ്തമാണ്. ഇതിനാണ് നാം ആമേൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇതാണ് നമ്മുടെ വിശ്വാസം, ഇതാണ് നമ്മുടെ പ്രമാണം. ആദ്യം പറഞ്ഞ കൗമായുടെ ആദ്യ വരിയുടെ വിശദീകരണം ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി മൂന്നാമത്തെ തലത്തിൽ ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവാനുഭവം, ക്രിസ്തുവിന്റെ ബലിയാകലിൽ വെളിപ്പെട്ട ദൈവാനുഭവം. മൂന്നാമത്തെ തലത്തിൽ ദ സെലിബ്രേഷൻ ഓഫ് ഫെയ്ത്ത്, അതാണ് വിശുദ്ധ കുർബാന. അത് ആദിയോടന്തം, അത് തന്നെയല്ലേ പറയുക, ആദിയോടന്തം ക്രിസ്തുവിന്റെ ബലിയാകലിനെ കുറിച്ച്, മനുഷ്യാവതാര സംഭവങ്ങളെ കുറിച്ചല്ലേ പറയുക. വിശുദ്ധ കുർബാനയ്ക്ക് എത്ര ഭാഗമുണ്ട്? 4 ഭാഗം. ഓർക്കാൻ എളുപ്പമല്ലേ? ഒന്നുകിൽ 5 അപ്പം എടുത്ത് ഓർക്കുക, അല്ലെങ്കിൽ അവസാനത്തെ അത്താഴത്തിൽ അപ്പം എടുത്ത് ഓർക്കുക. അപ്പം എടുത്തു, വാഴ്ത്തി, മുറിച്ചു, കൊടുത്തു. 4 ഭാഗമല്ലേ ഉള്ളൂ. അല്ല, ആദ്യത്തെ ഭാഗം നമുക്കറിയാം. ഇപ്പൊ കുറെ നാളായിട്ട് നമുക്ക് അത്ര പരിചയമില്ല. നേരത്തെ കൊറോണയ്ക്ക് മുമ്പ് നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. നമ്മൾ വീട്ടിൽ ഇരുന്ന് കട്ടൻ കാപ്പ് കുടിക്കുകയും പത്രം വായിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറച്ച് ശുശ്രൂഷക്കാരും കുറച്ച് മനുഷ്യരും ഒക്കെ വന്ന് പാട്ടൊക്കെ പാടുമ്പോൾ അച്ഛൻ അകത്ത് തിരശ്ശീലയിട്ട് നടത്തുന്ന ആ ശുശ്രൂഷ തൂയോബോ, അതിന്റെ പേരാണ് എടുത്തു. അപ്പോൾ എടുത്തു എന്നുള്ള ഭാഗം. പിന്നെ വേദപുസ്തകമൊക്കെ വായിച്ച് നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ധൂപകുറ്റിയായിട്ട് ഒരാൾ അവിടെ വരെ പോയി ഈ വിശ്വാസത്തിലില്ലാത്തവരെല്ലാം പുറത്തു പോകാനൊക്കെ പറയുന്നില്ല, എല്ലാം ബോധിപ്പിച്ച് കഥയെല്ലാം അടച്ചിട്ട് അച്ഛമാശൻ ഇവിടെ വന്നിട്ട് പറയും എല്ലാം ഓക്കെയാണ്, സ്തൗമൻ കാലസ്. അച്ഛൻ ഇനിയും കയറി തുടങ്ങിക്കോ. എന്തിന്? അപ്പം വാഴ്ത്താൻ. എന്നിട്ട് അച്ഛനൊരു ബോധ്യം വരാത്തതുകൊണ്ട് അച്ഛൻ ഒന്നും കൂടെ സമാധാനം കൊടുക്കും, താഴോട്ട് പിന്നെയും സമാധാനം തന്നുവിടും. എന്നിട്ടും പറ്റാത്തതുകൊണ്ട് വീണ്ടും ശുശ്രൂഷക്കാരോട് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കാൻ പറയാനായിട്ട് ഒന്നുകൂടെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കാൻ പറയും. അപ്പോൾ ശുശ്രൂഷക്കാർ പറയും, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും ബാക്കി കാര്യങ്ങളെല്ലാം മറന്നിവിടെ നിൽക്കണം. ഓ, എന്നാലും ചിലർ ശ്രദ്ധിക്കത്തില്ല. എത്ര പ്രാവശ്യം അറിയിപ്പ് കിട്ടിയാലും, കൊറോണയുടെയൊക്കെ എത്ര പ്രാവശ്യം അറിയിപ്പ് കിട്ടിയാലും നമ്മൾ ശ്രദ്ധിക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ അവസാനം അച്ഛൻ സഹി കെട്ടിട്ട് ദർഗായിൽ നിന്ന് ഒരു പ്രാർത്ഥന കൊണ്ട് നടത്തുക. എന്താ അത്?
ആദ്യത്തെ ഭാഗം നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല, ഞങ്ങൾ പുറത്ത് പറഞ്ഞിട്ടില്ല. എന്താണെന്നറിയോ? എൻ്റെ പൊന്നിടവക്കാർ, അത് മിണ്ടിയിട്ടില്ല. ബാക്കി നിങ്ങൾക്കറിയാം. നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. നിങ്ങളുടെ ബോധം ഇങ്ങനെ പതിയെ പതിയെ തട്ടി ഉണർത്തിയതിന് ശേഷമാണ് അപ്പം വാഴ്ത്തുന്നത്. അപ്പം അതിന് തൊട്ട് മുമ്പ് നമ്മൾ മുമ്പേ പറഞ്ഞ യെശയ്യാവിൻ്റെ ആ ബോധ്യത്തിലേക്ക് ഉയർത്താൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് നമ്മൾ ഇവിടെ ഏറ്റുപറയാം. അപ്പം എന്താ ഉള്ളി പറയേണ്ടത്? ഞാൻ അശുദ്ധിയുള്ള അതരങ്ങളുള്ള മനുഷ്യൻ, അശുദ്ധിയുള്ള അതരത്തിൻ്റെ ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ സത്യ അനുതാപത്തിൽ നിൽക്കുമ്പോഴാണ്, ഭയഭക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്ത് നിൽക്കുമ്പോഴാണ് ബാറേ കാദേശ്. പിന്നെ നമുക്കറിയാം അപ്പം നുറുക്കുന്ന ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷ തിരശ്ശീലയിട്ടിട്ട്. ചിലർ വിചാരിക്കുന്നത് ഇപ്പോൾ തിരശ്ശീല ഇപ്പോൾ ഇൻ്റർവെല്ലാണെന്ന് വിചാരിക്കുന്നത്. തിരശ്ശീലയിട്ട് കഴിയുമ്പോൾ ചില ആളുകൾ പുറത്തു പോകുന്നതാണ്, പോയിട്ട് ആ മിസ് കോളൊക്കെ നോക്കുന്നൊക്കെ രീതിയൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇൻ്റർവെല്ലൊന്നുമല്ല കേട്ടോ, നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷ നടക്കണം, നുറുക്കുകയാണ്, പിന്നെ കൊടുക്കുക. ഞാൻ ഇത്രയും പറഞ്ഞെന്താ? ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര സംഭവം. കർത്താവെ, ഞങ്ങൾ നിന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും രണ്ടാമത്തെ വരവിനെയും ഓർക്കുന്നു. അതാണ് അനംനേസിസ്, അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അവസാനമായി ഒരു തലത്തിൽ കൂടി ഈ പറയുന്ന ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര സംഭവങ്ങൾ നമ്മൾ ആചരിക്കുന്നുണ്ട്. എന്താ അത്? ഒരാരാധനാ വർഷം മുഴുവൻ എടുത്ത് മാറാനായ പെരുന്നാളുകളിലൂടെ എൽദോ, ക്രിസ്തുവിൻ്റെ ജനനം, ക്രിസ്തുവിൻ്റെ മാമോദീസ, ക്രിസ്തുവിൻ്റെ ദേവാലയ പ്രവേശനം, ക്രിസ്തുവിൻ്റെ നോമ്പ് 40 ദിവസം നോക്കും, ഒരാഴ്ച എടുത്ത് കഷ്ടാനുഭവം നടത്തും, അതിനുശേഷം ഒരു ദിവസം മുഴുവൻ എടുത്ത് അവനെ കുരിശിത്തറയ്ക്കും, അതിനുശേഷം ഉദ്ധാന പെരുന്നാൾ ആചരിക്കും, സ്വർഗാരോഹണ പെരുന്നാൾ ആചരിക്കും, അതിനുശേഷം അവൻ്റെ രണ്ടാമത്തെ വരവിനെ ധ്യാനിക്കുന്ന സ്ലീബായുടെ കാലമെത്തുമ്പോൾ ഒരു ആരാധനാവർഷം തീരുകയും വീണ്ടും കൂദോശീത്തോയും ഹൂദോശീത്തോയും സൂബോറോയും ആരംഭിക്കുകയും ചെയ്യും. ഇങ്ങനെ 4 തലങ്ങളിലും നമ്മളിങ്ങനെ കുരിശ് വരച്ചോർക്കുന്നത് ക്രിസ്തുവിൻ്റെ ത്യാഗബദ്ധമായ ജീവിതമാണ്, ക്രിസ്തുവിൻ്റെ ബലിയാകലാണ്. ഇങ്ങനെ ക്രിസ്തുവിലേക്കുള്ള ഒരു ഒറ്റയടി പാതയായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആരാധനാ ജീവിതം ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മൾക്ക് വേദപുസ്തകം സമ്മാനിക്കുന്ന അറിവുകൾ ജീവിതത്തിൽ അനുഭവമാകുന്നത് ഈ കൗദാശിക ജീവിതത്തിലൂടെയാണ്, ഈ ആരാധനാ ജീവിതത്തിലൂടെയാണ്. അതുകൊണ്ടാണ് യാമനമസ്കാരങ്ങൾക്കും സത്യകുംഭസാരത്തിനും വിശുദ്ധ നോമ്പുകൾക്കും നമ്മളുടെ വിശുദ്ധ കുർബാന അനുഭവത്തിനുമെല്ലാം ഇത്രമേൽ സവിശേഷമായ പ്രാധാന്യം പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളിലെല്ലാം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അറിവ് അനുഭവമാകുന്നില്ല എന്നുള്ള നമ്മുടെ പരാജയത്തിൻ്റെ ഉപാധി, അതിനുള്ളൊരു പോംവഴിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അറിവുകളെ, വേദപുസ്തക വായനയിലൂടെ നമുക്ക് കിട്ടുന്ന ധാരണകളെ കൃത്യമായ അനുഭവമാക്കാനായി ആരാധനാ ജീവിതത്തെ എപ്പോഴും സജീവമായി. പരിശുദ്ധ കന്യകമറിയാമിനെ കുറിച്ച് നമ്മൾ പാടുന്നത് തന്നെ അങ്ങനെയാണ്. നിഷ്ഠയിൽ നിന്നെ പെറ്റ, നിഷ്ഠാപൂർണമായ നിഷ്ഠാബദ്ധമായ ഒരു ജീവിതത്തിലൂടെയാണ് ക്രിസ്തു നമ്മളിൽ ഉരുവാകുന്നത്. ആ ക്രിസ്തു ഉരുവാകുന്ന അവൻ്റെ സ്നേഹത്തിലും അവൻ്റെ കാരുണ്യത്തിലും ആ സാദൃശ്യത്തിലേക്ക് വളരാനുള്ള വലിയൊരു വിളിയും തെരഞ്ഞെടുപ്പുമാണ് നമുക്കുള്ളത്. യുവാനി തിരുവേനി പറയാറുണ്ടായിരുന്ന ഒരു സംഗതി, പരിമല പെരുന്നാളൊക്കെ വരുമ്പോൾ തിരുവേനി ഒരു പ്രസംഗം പറയും, എന്നും ഒരു പ്രസംഗമുള്ളൂ. അപ്പം നമ്മൾ ഈ എപ്പോഴും ചില കാര്യങ്ങൾ ആവർത്തിക്കുന്നതിൻ്റെ കാരണം ആ കാര്യങ്ങൾ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ആ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അടിസ്ഥാനം ഇട്ടിട്ട് ബാക്കി കെട്ടിടം പണിതാൽ മതിയല്ലോ എന്ന് തിരുവേനി എപ്പോഴും പറയുമായിരുന്നു. കാരണം തിരുവേനി എപ്പോഴും പ്രസംഗിക്കാൻ പറയാം, നോമ്പ് നോക്കണം, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, കുമ്പിടണം. ഒരുപാട് പുസ്തകം വായിക്കുന്ന ആളുമായിരുന്നു, പുതിയ കാര്യമൊന്നും പറയത്തില്ല. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ തിരുവേനി പറയുന്നത്, ആദ്യമാർ ഇതൊന്നും ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി പണിതാൽ പോരെന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തിരുവേനി പരിമല പെരുന്നാളിന് എപ്പോഴും പറയുന്ന ഒരു വാക്കായിരുന്നു, പരിമല പള്ളിയിലേക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം നടക്കുന്ന നടപ്പ് മാത്രമല്ല പരിമല തീർത്ഥാടനം, പിന്നെയോ പരിശുദ്ധനായ പരിമല തിരുമേനി നടന്നതുപോലെ എല്ലാ ദിവസവും നടക്കാൻ പരിശ്രമിക്കലാണ് പരിമല തീർത്ഥാടനം. അതുപോലെയാണ് ക്രിസ്തുവിൻ്റെ അന്തസ്സിലേക്കും കുലീനതയിലേക്കും നമ്മുടെ ബോധങ്ങളെയും വിചാരങ്ങളെയും ഹൃദയങ്ങളെയും ഉണർത്തിപ്പിടിക്കലാണ് ആരാധന. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. പള്ളിയിലിരിക്കുന്നത് മാത്രമല്ല ധ്യാനമൊക്കെ, നമ്മളിങ്ങനെ നമ്മുടെ ചൂട് വയ്ക്കുമ്പോൾ, കേൾക്കുമ്പോൾ, കാണുമ്പോൾ ഒക്കെ നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുകയും ക്രിസ്തുവിനെ ഒരു മാനദണ്ഡമായി ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യാൻ നമുക്ക് എപ്പോഴൊക്കെ പറ്റുന്നു. എപ്പോഴും ഒന്നും നമുക്ക് പറ്റില്ല, എപ്പോഴൊക്കെ പറ്റുന്നു അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ധ്യാനമുണ്ടാകുന്നത്. ആ ധ്യാനത്തിങ്കിലാണ് നമ്മുടെ ഉള്ളിൽ തീ ഉണ്ടാകുന്നത്. ഉള്ളിൽ തീ ഉണ്ടായാൽ പിന്നെ കണ്ണിൽ വെളിച്ചം ഉണ്ടായിരിക്കും, കാണുന്നതിലെല്ലാം വെളിച്ചം ഉണ്ടായിരിക്കും, കാണുന്നതെല്ലാം നല്ലതെന്ന് കാണാൻ പറ്റും.
ദൈവം എല്ലാം നല്ലതെന്ന് കണ്ടെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് പോലെ ഏദൻ തോട്ടത്തിലേതുപോലെയുള്ള സുന്ദരമായ ഒരു കാഴ്ചയും കാഴ്ചപ്പാടും വീക്ഷണവും നമ്മുടെ ജീവിതത്തിനും ഉണ്ടാവും. അത് നമ്മുടെ പലതരത്തിലുള്ള അസ്വസ്ഥതകളെയും അസുഖങ്ങളെയും അസൗകര്യങ്ങളെയും സൗഖ്യപ്പെടുത്താനുള്ള ഏറ്റവും നല്ല പോംവഴിയാണ് ഉള്ളിൽ തീ ഉണ്ടാവുക, ഉള്ളിൽ കണ്ണിൽ അഗ്നി ഉണ്ടാവുക എന്നുള്ളത്. ഞാനൊരു ചെറിയ വരി പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ. കസൻ സാക്കീസിൻ്റെ ഒരു നോവലുണ്ട്, ക്രൈസ്റ്റ് റീക്രൂസിഫൈഡ് എന്ന് പറഞ്ഞിട്ട്. ഒരു ഗ്രാമത്തിലെ ആളുകൾ എല്ലാ വർഷവും പാഷൻ വീക്ക് ആകുമ്പോൾ കഷ്ടാനുഭവ ആഴ്ചയിൽ അവരിങ്ങനെ ക്രൈസ്റ്റ് ഇവൻ്റ് എനാക്ട് ചെയ്യും. ആ ക്രൂസിഫിക്കേഷൻ വീണ്ടും അവരൊന്നും കൂടെ അഭിനയിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ആ ഗ്രാമത്തിലെ ആളുകൾ തന്നെയാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിൽ അത്തവണ തിരഞ്ഞെടുത്തത് മനോലിയസ് എന്ന് പറയുന്ന ഒരു കൃഷിക്കാരനായ ഒരു ചെറുപ്പക്കാരനാണ് ക്രിസ്തു ആകാൻ തിരഞ്ഞെടുത്തത്. ഇപ്പോൾ യൂദായുണ്ട്, പത്രോസ് ഉണ്ട്, ഹന്നാനുണ്ട്, കയ്യപ്പാവുണ്ട്, പീലാത്തോസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. നാടകമൊക്കെ എല്ലാവരും അഭിനയിച്ച് നന്നായിട്ടത് ആക്ട് ചെയ്തു. കുരിശിൽ തറപ്പും എല്ലാം നല്ല ഭംഗിയായിട്ട് എല്ലാവരും അഭിനയിച്ചു. യൂദായൊക്കെ നല്ല തികവാർന്ന അഭിനയമാണ് കാഴ്ചവെച്ചത്, നല്ല അഭിനയം. അഭിനയം എല്ലാം കഴിഞ്ഞിട്ട് ഇവരെല്ലാം വേഷം അഴിച്ചു വയ്ക്കുമല്ലോ. വേഷം അഴിച്ചിട്ട് വീണ്ടും അവരുടെ പതിവ് ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകും. ഇങ്ങനെ പതിവ് ജീവിതത്തിലേക്ക് മടങ്ങിപ്പോണ സമയത്ത് ഈ മനോലിയസ് എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ വേഷം കിട്ടിയ ചെറുപ്പക്കാരന് ഈ ബാധ മാറുന്നില്ല. നമ്മൾ പറയില്ലേ പണ്ട് ഈ ചില ആളുകൾ ഇങ്ങനെ വെളിച്ചപ്പാട് തുള്ളുന്ന ആളുകൾക്ക് ചിലപ്പോൾ ബാധ മാറുന്നില്ല എന്ന് പറയില്ല. അവർക്ക് ഇത് കയറിയിട്ട് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഉള്ളിൽ നിന്ന് ക്രിസ്തു ഇറങ്ങുന്നില്ല. ഇവന് ഈ നാട്ടിൽ കാണുന്ന അധർമ്മത്തിനെതിരെ സംസാരിക്കാൻ തുടങ്ങി. സത്യം മാത്രമേ പറയുള്ളൂ, കള്ളവൊന്നും പറയത്തില്ല. ഇങ്ങനെയൊക്കെ അങ്ങ് തുടങ്ങി. അപ്പോൾ കൂടെയുള്ളവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായി. ശരിയല്ലേ? ഒരുത്തൻ അതുപോലെ സത്യസന്ധനായ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? വീട്ടുകാർക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് സത്യസന്ധനായി കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഇനി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യും, കുറച്ച് കോംപ്രമൈസ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ഇതുപോലെ നടക്കുകയില്ല. അവസാനം ഒരു പ്രായമുള്ള ആൾ ഇവനെ ഉപദേശിച്ചെന്താണെന്നറിയോ? മനോലിയസെ, ക്രിസ്തുവായിട്ട് അഭിനയിക്കാനാണ് നിന്നോട് പറഞ്ഞത്, ജീവിക്കാനല്ല പറഞ്ഞത്. അഭിനയിക്കാനാണ് പറഞ്ഞത്, ജീവിക്കാനല്ല പറഞ്ഞത്. ശരിക്കും ക്രിസ്തുവായിട്ട് ജീവിക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊരു അപകടം പിടിച്ച കളിയാണ്. അതുകൊണ്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നത് പോലെ അഭിനയിച്ചാൽ മതിയായിരിക്കും. നിർത്തട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.